നമസ്കാരം. പത്മജയെ ബി ജെ പിയിൽ എത്തിക്കാൻ ഇടനില നിന്നത് ബെഹ്റയാണെന്ന് എന്നതിന് തെളിവുണ്ട് എന്നാണ് സുധാകരനും ഹസനും ഒക്കെ പറയുന്നത്. സ്വന്തം കൂടാരത്തിനുള്ളിൽ നിന്നൊരാൾ ബി ജെ പിയിൽ എത്തിയതിനും കോൺഗ്രസ് കുറ്റപ്പെടുന്നത് സി പി എമ്മിനെയും പിണറായി വിജയനെയുമാണ്. ബെഹ്റയാണ് ഇടനില നിന്നതെങ്കിൽ അത് ആരുടെ കൊട്ടേഷനാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് രാജു പി നായർ, സി പി എം നേതാവ് എം നൌഷാദ് MLA, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുടി, ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവർ. ആദ്യം രാജുവിലേക്ക്. രാജു പി നായർ, പത്മജ കരുണാകരൻ്റെ മകൾ ആണ് എന്നതിലുപരി KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അവർ സ്വയം തീരുമാനമെടുത്ത് ബി ജെ പിയിൽ ചേർന്നു. അതിന് നിങ്ങൾ രാഷ്ട്രീയമായി പിണറായി വിജയനെ കുറ്റപ്പെടുത്തുകയും ബെഹ്റയെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അങ്ങനെ തെളിവുണ്ടെന്ന് സുധാകരനും അസുരനും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പുറത്തുവിട്ടൂടെ? അല്ല, പത്മജ എന്നൊരു വിഷയം മാത്രമല്ല, കേരളത്തിൽ പിണറായി വിജയന് BJPയുമായിട്ടുള്ള ബന്ധത്തിന്റെ കണ്ണി എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലിലാണ് ഈ പിണറായി വിജയനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും എത്രയോ കേസുകൾ, ആ കേസുകൾ ഉണ്ടായിട്ട് മുഴുവൻ അന്വേഷണം നടത്താതെ അദ്ദേഹത്തിന് രക്ഷ ഒരുക്കി കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്റെ കൂടി ഇടപെടലിലൂടെയാണ്. BJPയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം ഇന്ന് പരസ്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യം നമ്മൾ നോക്കിയാൽ മതി. 2019 ROC പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണ വിജയനെതിരെ അന്വേഷണം ആരംഭിച്ചു. 2021 മുമ്പ് ED വീണ വിജയനെതിരെ അന്വേഷണം ആരംഭിച്ചു. 3 വർഷമായിട്ട് ആ ED അന്വേഷണത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ BJPക്ക് പോലും ലഭിച്ചിട്ടില്ല, BJPയുടെ നേതൃത്വത്തിന് പോലും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് നരേന്ദ്രമോദി ഒഴുക്കുന്ന എത്രമാത്രം വലിയ കവചമാണെന്ന് ആലോചിച്ച് നോക്കുക. അതിന് പ്രത്യുപകാരങ്ങളും ഉണ്ട്. ആ പ്രത്യുപകാരങ്ങൾ മുഴുവൻ പിണറായി വിജയൻ ചെയ്യുന്നത് ഇവിടെ കോൺഗ്രസിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് BJPക്ക് ഇടം നൽകുക. അതാണ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട്. BJPക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം. ഇത് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം വരുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചാനലിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവ് പറഞ്ഞത് പിണറായി വിജയനെതിരെ കേസ് എടുത്തുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന് സൗകര്യം ചെയ്തു കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന് അതിന്റെ ഗുണം കിട്ടും, അതുകൊണ്ട് പിണറായി വിജയന് കേസെടുത്തിട്ട് കോൺഗ്രസിന് ആ ഗുണം കിട്ടണ്ട എന്ന് പരസ്യമായിട്ട് BJPയുടെ ഒരു വക്താവിരുന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങോട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലാവ്ലിൻ കേസ്, മകൾക്കെതിരെയുള്ള അന്വേഷണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ അവിശുദ്ധമായിട്ടുള്ള ബന്ധം കാണാം. അതിന് കേരളം നൽകുന്ന വില, കേരളത്തിന്റെ മതേതര മണ്ണ് BJPക്ക് ഒറ്റുകൊടുക്കുന്ന പണി പിണറായി വിജയൻ ചെയ്യുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പത്മജ എന്ന് മാത്രം ഒരൊറ്റപ്പെടുത്തി കാണണ്ട. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് കോൺഗ്രസിനെ ഇല്ലാതെയാക്കുക എന്നുള്ള BJPയുടെ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രവർത്തകൻ, ആ സംഘി എന്ന് പറയുന്നത് ഇന്ന് ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്ന പിണറായി വിജയനാണ്. രാജു പി നായർ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറയാതെ പറയുന്നത്? രാജു പി നായർ, പത്മജ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ ആഘാതമാണ്, BJPക്ക് വളർച്ചയുണ്ടാകും എന്നാണോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നലുണ്ടോ? ഇല്ലെന്നേ. പത്മജ പോയി കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ തൃശ്ശൂർ കണ്ടില്ലേ, വിയർക്കുന്ന കണ്ടില്ലേ? അപ്പൊ പത്മജ പോയി കഴിഞ്ഞാൽ ഒരു ആഘാതം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, പത്മജയെ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ള BJPയിലേക്ക് പോയിട്ടുള്ള കോൺഗ്രസിന്റെ മലയാളികളായിട്ടുള്ള നേതാക്കന്മാരൊക്കെ എവിടെയാ? പത്മജയെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് തീരുന്നവരെ വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണത്തിനപ്പുറം പത്മജക്കൊന്നും ഒരു വിലയും BJP പോലും കൽപ്പിച്ചിട്ടില്ല. BJP പോലും, ഞാൻ നേരത്തെ ഒരു ചാനലിൽ അങ്ങനെ പത്മജ BJPയിലേക്ക് പോയെങ്കിൽ അതുവഴി കോൺഗ്രസിന് വിശ്വാസ നഷ്ടം ഉണ്ടാവുമെങ്കിൽ അത് നിങ്ങളുടെ കൂടി കുറ്റമാണ്. കാരണം പത്മജ എന്ന് പറഞ്ഞൊരു സാധാരണ MLA അല്ലെങ്കിൽ താഴെക്കടലിൽ പ്രവർത്തകയൊന്നുമല്ല, നിങ്ങളുടെ ഒരു സംസ്ഥാന നേതാവായിരുന്നു. ആ നേതാവായ ഒരാൾക്ക് പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം ചൂസ് ചെയ്യാൻ പറ്റുന്നത് BJP ആണ് എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമാണ്. അത് നിങ്ങളുടെ വിശ്വാസ നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ്. അല്ല, അപ്പൊ CPMലേക്ക് പോയിട്ടില്ലേ കോൺഗ്രസിലെ നേതാക്കന്മാർ? ഭാഗ്യാന്വേഷികൾ പല സ്ഥലത്തേക്ക് പോകും. പത്മജയെ സംബന്ധിച്ചോളം, പത്മജ നേരത്തെ ശ്രീ മുരളീധരൻ തന്നെ പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോം ആയിരുന്ന ഒരാൾക്ക് അനർഹമായ ഒത്തിരി കാര്യങ്ങൾ അത് ലീഡറോടുള്ള കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ പുറത്ത് അത് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ പറയുന്നത് അവർക്ക് സീറ്റ് കൊടുത്തിട്ട് കോൺഗ്രസ് തന്നെ തോപ്പിച്ചു എന്നാ. തേറമ്പിൽ രാമകൃഷ്ണൻ ഉൾപ്പെടെ മത്സരിച്ച് ജയിച്ച സിറ്റിംഗ് സീറ്റ് കൊടുത്തിട്ട് അവിടെ ജയിക്കാൻ സാധിച്ചില്ല. അതൊക്കെ ലീഡർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഉയർത്തിയ ചോരയും നീരും അതിനുവേണ്ടി വന്നപ്പോൾ അത് കോൺഗ്രസ് അവർക്ക് കൊടുത്തിരുന്ന സൗജന്യമായിരുന്നു, ആ അവസരങ്ങളായിരുന്നു. അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ആള് ഇനിയിപ്പോ ഒരു സീറ്റ് പോലും കേരളത്തിൽ ജയിക്കാൻ സാധ്യമില്ലാത്ത BJPയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഒറ്റ കാര്യമുള്ളൂ, BJP പത്മജ റിയലൈസ് ചെയ്യും എപ്പോഴാണ്
ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് പോകാൻ പോകുന്ന അടുത്ത ഒരാളായിട്ട് മാറുമ്പോൾ പത്മജ റിയലൈസ് ചെയ്യും. അത് മാത്രമാണ് ഒരു ഹെഡ്ലൈൻ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം BJPക്ക് പത്മജയെ കൊണ്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതിനപ്പുറം ഒന്നും നടക്കാനും പോകുന്നില്ല. ശരി, ശ്രീ എം നൗഷാദ്, അവരുടെ കയ്യിൽ തെളിവുണ്ട്, കോൺഗ്രസിൻ്റെ കയ്യിൽ തെളിവുണ്ട് ഈ ബെഹ്റ ഇതിനു വേണ്ടി ഇടപെട്ടു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ബെഹ്റ ആരുടെ ആളാണെന്ന് ചോദിച്ചാൽ ബെഹ്റ ഈ സർക്കാരിന് പ്രിയപ്പെട്ട ആളാണ്. പ്രിയപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ റിട്ടയർ ആയതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ അദ്ദേഹത്തെ പിടിച്ചിരുത്തി പഴയ ശമ്പളം തന്നെ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന രീതിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നയാൾ മാത്രമല്ല, സീനിയോറിറ്റി മറികടന്നു പോലും DGP ആക്കാൻ ഈ സർക്കാർ തീരുമാനിച്ച ആൾ കൂടിയാണ്. ആ അർത്ഥത്തിൽ സർക്കാരിന് പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ബെഹ്റ ഇടപെട്ടിട്ടുണ്ടെന്ന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പത്മജയെ BJPയിലേക്ക് എത്തിച്ചത് കോൺഗ്രസിനെ തകർക്കാനാണ്. അതായത് കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം വിളിക്കുന്ന BJPയെ സഹായിക്കുകയാണ് നിങ്ങൾ. ഇതാണ് നിങ്ങൾക്കെതിരെ ആരോപണം, ശ്രീ എം നൗഷാദ്. അല്ല, നിങ്ങള് ഈ ചർച്ച ഏത് തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ്. ഈ കോൺഗ്രസിന് തകർക്കുക, ഇനി പ്രത്യേകിച്ച് തകർക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു ബെഹ്റയുടെയൊക്കെ പേരെടുത്തോണ്ടുണ്ട്. മിസ്റ്റർ രാജു, ഞാൻ ചോദിക്കുന്ന, അനിൽ ആന്റണിയെ BJPയിൽ എത്തിച്ചത് ആര്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചയാൾ ഇപ്പോ ലോകസഭയിൽ BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ BJPയിലേക്ക് എത്തിച്ചതാര്? മുൻ PSC ചെയർമാനെ BJPയിലേക്ക് എത്തിച്ചതാര്? മുൻ വനിതാ കമ്മീഷൻ അംഗത്തെ BJPയിലേക്ക് എത്തിച്ചതാര്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയായിരുന്നയാൾ, UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നയാൾ ഇപ്പോ BJPയുടെ സ്ഥാനാർത്ഥിയായി. അവിടെ എത്തിച്ചതാര്? ഇത് കേരളത്തിൽ മാത്രമാണോ? ഞാൻ ചോദിക്കുന്ന, പിണറായി വിജയൻ ഇടപെട്ടിട്ടാണോ നമ്മുടെ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, മുൻ UP മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 9 മുഖ്യമന്ത്രിമാർ, ഒന്നും രണ്ടും അല്ല, 9 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് എത്തി. ഇന്ന് BJPക്ക് 303 അംഗങ്ങളാണ് ലോകസഭയിലുള്ളത്. അതിൽ 112 പേരും മുൻ കോൺഗ്രസുകാർ തന്നെയാണ്. മധ്യപ്രദേശിൽ ജനങ്ങൾ അധികാരം നൽകിയത് BJPയെ തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസിന് അധികാരം നൽകി. പക്ഷെ ജനത്തെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസുകാരായിട്ടുള്ളവർ BJPയിലേക്ക് പോയി BJPക്ക് അധികാരം കൊടുത്തു. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പിലല്ല, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം BJPയെ തോൽപ്പിച്ചു. പക്ഷെ ജനത്തെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസുകാർ BJPയിലേക്ക് കയറി അവിടെ BJP ഭരണം കൊണ്ടുവന്നു. ഇനി പറയണോ, ഗോവ, അരുണാചൽ പ്രദേശ്, എന്തിനിപ്പോ ത്രിപുര മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആരാണ്? ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ആരുടെ നേതാവാണ്? എന്റെ രാജു, ഈ BJPയിലേക്കുള്ള ഒഴുക്ക് കോൺഗ്രസിൽ നിന്നും തുടരുകയാണ്. ഞങ്ങൾക്കത് കാണുമ്പോ, നിങ്ങള് ഗോവിന്ദൻ മാഷിനോട് അതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ആലോചന പോലും ഇല്ലാതാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾക്ക് സന്തോഷം പകരുന്നതൊന്നുമല്ല കേട്ടോ. ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഇവിടെ കോൺഗ്രസിനെ എതിർക്കാനും ജയിക്കാനും ഒക്കെയുള്ളൊരു ശേഷി ഞങ്ങൾക്കുണ്ട്, ശരിയാണ്. പക്ഷെ ഇന്ത്യ ഒട്ടുക്ക് ഞങ്ങൾക്ക് ആ ശേഷിയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കോൺഗ്രസിന്റെ ഈ തകർച്ച കാണുമ്പോൾ ഈ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എല്ലാം BJPയിലേക്ക് പർച്ചേസ് ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലേക്ക്. AK ആന്റണിയുടെ മകൻ അന്ന് ഈ ആരോപണമൊന്നും പറഞ്ഞില്ലല്ലോ രാജു. ആര് ഓപ്പറേറ്റ് ചെയ്തതാണ്? ഇവിടെ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, വർക്കിംഗ് കമ്മിറ്റി അംഗം ആരാണ്? ആന്റണി, ഇന്നും കോൺഗ്രസിന്റെ നേതാവ്. അവിടെ നിന്നാണ് BJPയിലേക്ക് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അനിൽ ആന്റണിയുടെ അമ്മ, ഞങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് BJPയിലേക്ക് മോന് പോകാൻ അനുവാദം കൊടുത്തു എന്ന് പരസ്യമായി പറഞ്ഞില്ലേ? ഇതെല്ലാം കേരള ജനത കേട്ടോണ്ടിരിക്കുകയാണ്. നൗഷാദ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പത്മജ പോയതിന് തൊട്ട് പിന്നാലെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ ഒരു ഫേസ്ബുക്ക് അഡ്മിൻ EDയെ പേടിച്ചാൽ ആരാണെങ്കിലും BJPയിൽ പോകുമെന്ന് പറഞ്ഞു.
അത് അങ്ങനെ ഒരു ഇടിപ്പേടി ഉണ്ടായിക്കൂടെ? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഈ കഴിഞ്ഞ ജനുവരി 12-ാം തീയതി നിങ്ങൾ കോൺഗ്രസിനെ മാത്രം കുറ്റം പറയുന്നുള്ളൂ. തൃണമൂൽ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് തപസ് റോയ്. അദ്ദേഹത്തിൻ്റെ കൊൽക്കത്തയിൽ വീട്ടിൽ കഴിഞ്ഞ ജനുവരി 12-ാം തീയതി ഇ ഡി റെയ്ഡ് നടത്തി. ഈ കഴിഞ്ഞ 6-ാം തീയതി അദ്ദേഹം തപസ് റോയ് BJP-യിൽ ചേർന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ. കോൺഗ്രസ് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്. ഇ ഡി എല്ലാവർക്കും പേടിയില്ലേ? അല്ല, കോൺഗ്രസ് അല്ല, തിരിച്ച് ഇവിടെയും വന്ന് ഇറങ്ങിയല്ലോ സുഹൃത്തെ നമ്മളെ ഇ ഡി. ഞാൻ പറഞ്ഞ ഇ ഡി ഇവിടെ തൃശ്ശൂരില് ഇറങ്ങിയില്ലേ, റെയ്ഡ് നടത്തിയില്ലേ? അവിടെ CPM ആരെങ്കിലും പേടിച്ചു പോയോ? CPM നേതാക്കന്മാർക്ക് ഇപ്പൊ ഞാൻ തോമസ് ഐസക്കിന്റെ പിറകെ നടക്കില്ലേ? എന്താണ് ഇ ഡി പേടി? അഴിമതി കാണിച്ചിട്ടുള്ളവർക്ക്, പിടിക്കപ്പെടും എന്നുറപ്പുള്ളവർക്ക് പേടിയുണ്ടാകും, സ്വാഭാവികമാണ്. പേടിയുണ്ടാകും, സ്വാഭാവികമാണ്. ഇവിടെ ഇ ഡിയെ കാണിച്ച് പേടിപ്പിച്ചിട്ട് പിണറായി വിജയനെതിരെ ഇപ്പൊ രാജു പറഞ്ഞ എന്താ? പിണറായി വിജയന്റെ കേസ് എടുക്കാനുള്ള സ്കോപ്പ് വേണ്ടേ? നിലനിൽക്കണ്ടേ? പഠിച്ച പണി 18 നോക്കി. പിന്നെ അത്രയും വലിയ ബന്ധമുണ്ടെങ്കിൽ എന്റെ രാജു, എനിക്കൊരു ശുപാർശ, അങ്ങനെ ആ ബെഹ്റ എടുത്ത് പറഞ്ഞ് ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കാശിന് വാങ്ങിച്ചത് വലിയ ബന്ധമല്ലേ? ഈ സംസ്ഥാന ഗവൺമെന്റിനെ സാമ്പത്തികമായി തകർക്കുന്ന നിലപാട്, അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ ഒരു ഗവൺമെന്റിന്റെ തലവനെ പിണറായി വിജയനെയാണ് നിങ്ങൾ പറയുന്നത്. അതിനുള്ള ആർജവം കാണിച്ച ഇന്ന് വരെ ഏതെങ്കിലും സ്റ്റേറ്റ് പോയിട്ടുണ്ടോ? ആ സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറയും. നിങ്ങളിവിടെ പ്രചരിപ്പിച്ചത് എന്താ? നിങ്ങളിവിടെ പ്രചരിപ്പിച്ചത് ഞങ്ങൾ പറയുന്നത് കള്ളമാണെന്നാണ്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് കള്ളമാണോ? സുപ്രീം കോടതി പറഞ്ഞത് കള്ളമാണ്. ഈ വസ്തു ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന്. ഇങ്ങനൊന്നും ഈ വെറുതെ കുറച്ചൊരു പോയി അത് സംഭവിച്ചു പാടില്ല. കരുണാകരന്റെ മകൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പ്രസ്ഥാനം 9 MLA-മാരുമായിട്ട് വന്ന് ഈ തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ നമ്മൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരുടെ വീടുകളിൽ നിന്നും പോകുന്നു എന്നുള്ളത് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ തടയിടാൻ, ഈ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയാതെ വരുന്നതിന്റെ ദൗർബല്യം മറച്ചു പിടിക്കാൻ വല്ലവന്റെയൊക്കെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാ? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഇവിടെ EMS-ന്റെ കുടുംബത്തിൽ നിന്നോ, അച്യുതമേനോന്റെ കുടുംബത്തിൽ നിന്നോ, നയനാരുടെ കുടുംബത്തിൽ നിന്നോ, അവർക്കൊക്കെ മക്കളുണ്ട്, സജീവ രാഷ്ട്രീയക്കാരൊന്നും അല്ലേ? പക്ഷെ അവര് ആരെങ്കിലും ഇന്ന് വരെ ആ തരത്തിൽ പറ്റിയോ? ഇവിടെ നിങ്ങൾ ED ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി കൊടിയേരിയുടെ മകനെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് വല്ല മാറ്റവും സംഭവിച്ചോ? ശരി, ഇവിടെ അകത്ത് കിടന്നിട്ട് കേസിൽ പ്രതിയാക്കിയിട്ടും രാഷ്ട്രീയമായ വല്ല ചാഞ്ചാട്ടവും ഉണ്ടായോ? നിലപാടുകൾ വേണം. ശരി, വേണം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ കോൺഗ്രസ് മുക്ത ഭാരതം നിങ്ങളുടെ ഒരു മുദ്രാവാക്യമാണ്. അത് കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ നടപ്പാക്കും. നിങ്ങൾക്ക് ഏത് വിധേനയും ആക്സസിബിൾ അല്ലാത്തൊരു പാർട്ടി CPM ആണോ? അതല്ല നിങ്ങൾക്ക് CPM-കാരെ വേണ്ട എന്നുള്ളത് കൊണ്ടാണോ ഈ പത്മജയെ പോലുള്ളവരെ പാർട്ടിയിൽ ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു? ഒന്നും കൂടി ഒന്നൊക്കെ പറയണേ, കാരണം ഫോൺ ഈ കേൾക്കാനുണ്ടായിരുന്നില്ല. ആദ്യത്തെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് മാത്രമേ ഞാൻ കേട്ടു. അല്ല, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് നിങ്ങളുടെ ഒരു മുദ്രാവാക്യമാണ്. പക്ഷേ നിങ്ങൾക്ക് CPM-കാരെ വേണ്ട, കോൺഗ്രസ്സുകാരെ മാത്രം മതി എന്നാണോ? എൻ്റെ പൊന്നു അജിംസ്, ഇന്നത്തെ ചർച്ച തന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനൊരു ഹെഡ്ലൈൻ ഇട്ട് ചർച്ച ചെയ്തതെന്ന് എനിക്കറിയില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം അജിംസ് ഇന്ത്യ മഹാരാജ്യത്ത് നോക്കിക്കോളൂ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ BJP-യിലേക്ക് വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് ആളുകൾ വരുന്നു. സ്വാഭാവികമായിട്ടും അവർക്കവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കാതെ വന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന വികസന നയങ്ങൾ ഇനി അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് യാതൊരുവിധ സാധ്യതയുമില്ലെന്നുള്ളത് തിരിച്ചറിവ് കൊണ്ടാകാം. ഒപ്പം തന്നെ 10 വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ പ്രവൃത്തികളുടെയും വാല്യൂ ഈ പൊതുസമൂഹത്തിനകത്തും ഇന്റർനാഷണൽ മാർക്കറ്റിലുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിന്റെ വളർച്ചയെ അംഗീകരിച്ചുകൊണ്ട് അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ
അദ്ദേഹത്തിനെതിരെ ശാരദ ചിറ്റ് ഫണ്ട് കേസിൽ ED അന്വേഷണം ഉണ്ടായിരുന്നു, CBI അന്വേഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം BJP-യിൽ ചേർന്നു, അന്വേഷണമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ചേർന്ന അശോക് ചവാൻ, അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു, അന്വേഷണം ഉണ്ടായിരുന്നു, ഇപ്പോൾ അന്വേഷണമില്ല. അജിത് പവാർ, അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി കേസുണ്ടായിരുന്നു, അന്വേഷണം ഉണ്ടായിരുന്നു, ഇപ്പോൾ അന്വേഷണമില്ല. ഏറ്റവും പുതിയ ഉദാഹരണം ഞാൻ അല്പം മുമ്പ് നൗഷാദിനോട് ചോദിച്ചതാണ്. തപസ് റോയ് ഈ ജനുവരി 12-ാം തീയതി അദ്ദേഹത്തിന് വീട്ടിൽ ED കയറിയതാണ്. മാർച്ച് 6-ാം തീയതി അദ്ദേഹം BJP-യിൽ ചേർന്നു. അപ്പോൾ മോദിയുടെ വികസനം കണ്ടിട്ടാണ് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണ്? ഇപ്പോൾ പത്മജയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഫേസ്ബുക്ക് അഡ്മിൻ ആ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് ED-യെ പേടിയില്ലാത്ത ആർക്കാണ് എന്നാണ്. പത്മജയുടെ ഫേസ്ബുക്ക് അഡ്മിൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ബാധ്യത എനിക്കില്ല. ഒന്ന്. രണ്ട്, അജിംസിനോട് ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അത് ഗുജറാത്തിലായിക്കോട്ടെ, കാശ്മീരിലായിക്കോട്ടെ, ആസാമിലായിക്കോട്ടെ, യു പിയിലായിക്കോട്ടെ, ബംഗാളിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള MLA, കേരളത്തിൻ്റെ അപ്പുറത്തുള്ള MLA BJP-യിലേക്ക് വന്നില്ല തമിഴ്നാട്ടിൽ. അപ്പോൾ ഇതൊക്കെ ഈ നിങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ED-യെ പേടിച്ചിട്ടാണ് നിങ്ങൾ എന്ത് അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും മോദി സർക്കാരിന്റെ അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾ കേൾക്കില്ലായിരുന്നു ശ്രീ ഉല്ലാസ് ബാബു. അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്ക് ഉയരില്ലായിരുന്നു. നിങ്ങളിൽ ചേർന്ന, നേരത്തെ ED അന്വേഷണം നേരിട്ട ശേഷം നിങ്ങളിൽ ചേർന്ന ആർക്കെങ്കിലുമെതിരെ ED അന്വേഷണം തുടരുകയോ അവർക്കെതിരെ കുറ്റപത്രം നൽകുകയോ അങ്ങനെ ആ നിയമ നടപടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപമേ ഉയരില്ല. ആർക്കെതിരെയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ വാഷിംഗ് മെഷീനിൽ കയറിയ മാതിരി അവർ വിശുദ്ധരായി മാറി പുറത്തിറങ്ങി. BJP-യുടെ ദേശീയ അധ്യക്ഷരല്ല സർ ED-യുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ED അന്വേഷിക്കുന്ന കാര്യങ്ങൾ ED അന്വേഷിക്കും. അവർ എടുക്കേണ്ട നടപടികൾ അവർ കൃത്യമായിട്ട് എടുത്തോളും. അവിടെ അന്വേഷണം നിർത്തലാക്കിയോ അന്വേഷണം മുന്നോട്ട് പോയോ ഇത്യാദി കാര്യങ്ങളൊക്കെ ED വ്യക്തമാക്കേണ്ടതാണ്. ഞങ്ങൾ രാഷ്ട്രീയം ആണ് കൃത്യമായി പറയുന്നത്. രാജു പി നായർ പറയുന്നത് പോലെ അവരുടെ രാഷ്ട്രീയ നേതാവിനെ പിടിച്ചു നിർത്താനുള്ള പ്രാപ്തിയില്ലായ്മ BJP-യുടെ നെഞ്ചത്തോട്ടിട്ട് കയറിയിട്ട് വല്ല കാര്യവുമുണ്ടോ? നിങ്ങളുടെ സ്വന്തം നേതാവ് നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കാത്തത് നിങ്ങളുടെ കഴിവ് കുറവാണ് സർ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെയുള്ള നേതാക്കന്മാർ കപ്പാസിറ്റി കുറവായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഇന്ത്യയിൽ ഗതി പിടിക്കില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കാം. 4 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷവും 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസും 400 സീറ്റിലേക്ക് മുന്നോട്ട് പോകുന്നു ഉറപ്പുള്ള NDA-യും തമ്മിലുള്ള മത്സരത്തിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവാം. ഇനി അജിംസ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കോൺഗ്രസിൽ നിന്ന് ഒഴുക്കുണ്ട്, CPM-ൽ നിന്ന് ഒഴുക്കുണ്ട്. എത്ര പേര് ചർച്ച കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ആ ലിസ്റ്റ് എന്തായാലും ഇവിടെ പുറത്ത് പറയുന്നില്ല. ഓരോരുത്തരും ഓരോ ദിവസം ഒരു ജിംസ് ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളൂ. കണ്ടോളൂ, നമുക്ക് ഇനി കേരളത്തിൽ ഭാവിയിൽ നിങ്ങളുടെ കോൺഗ്രസ് പറയുന്നു. മറ്റേ ബഹുമാനായ നൗഷാദ് എന്നൊക്കെ പറയും. നിങ്ങൾ ആ ബംഗാളിലത്തെ പഴയ BJP ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളടക്കമുള്ള ആളുകൾ CPM-ൽ നിന്ന് വന്ന നേതാക്കന്മാരുടെ ലിസ്റ്റൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തോ. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ED-യെ വെച്ച് പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെ വെച്ച് പേടിപ്പിച്ചിട്ടോ ഒന്നും ഞങ്ങൾക്ക് ഈ പാർട്ടിയിലേക്ക് ആൾ വരേണ്ട ഒരു ബാധ്യതയില്ല. ഞങ്ങൾക്ക് ഇന്ത്യ ഭരിക്കുകയല്ലേ, 10 വർഷകാലമായി ഭരിക്കുകയല്ലേ. ഞങ്ങൾക്ക് ഇവരുടെ നേതാക്കന്മാരുടെ 1 ആളോ 2 ആളോ 3 ആളോ 5 ആളോ ഞങ്ങൾ അവിടെ പോയി തേടി പിടിക്കുന്നതാണോ? അല്ലല്ലോ. ഞങ്ങളുടെ അധികാര സംവിധാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ വികസന നയം തന്നെയാണ്. ആ വികസന നയത്തിൽ ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു. ഭാരതത്തിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് മുച്ചൂടും മുടിഞ്ഞ് അപ്രസക്തമായിരിക്കുന്നു. CPM-നെ കുറിച്ച് ഞാൻ പറയേണ്ട, അജിംസിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM-ന് നിലവിലുള്ള അവസ്ഥ എന്താണെന്നും എത്ര MP-മാർ അവർക്ക് അവിടെ ഉണ്ട് എന്നും ഇനി എത്ര പേർ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങൾ അത് പക്ഷേ സമ്മതിച്ചേക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരുടെയും ഗേറ്റ് തുറന്ന് വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ആകൃഷ്ടരായി ഞങ്ങളുടെ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ബെഹ്റയാണ് പത്മജയെ BJP-യിൽ എത്തിക്കാൻ ഇടനിലനിന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അവരുടെ കയ്യിൽ അതിന് തെളിവുമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ തെളിവ് വന്നാൽ നിങ്ങൾ ഈ ബെഹ്റയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് സമ്മതിക്കൂ? അത് ഈ സിനിമയിൽ മറ്റേ ജഗതിയും
നെടുമുടി വേണുവിൻ്റെയും ഇന്നസെൻറ്റുമായിട്ടൊരു കഥ മിഥുനം സിനിമയിൽ കണ്ട് എപ്പോൾ പൊട്ടിക്ക് സുഹൃത്തിക്കാൻ പറയുന്നത് അവരുടെ തെളിവൊക്കെ അവർ പൊട്ടി. പിന്നെ ബെഹ്റയും മറ്റേ പത്മജിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ, ബെഹ്റയും ഇടതുപക്ഷവും സംസാരിച്ചിട്ടുണ്ടോ എന്ന് BJPക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടാകും. ആ നേതാക്കളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മജ വേണുഗോപാൽ BJPയുടെ കേന്ദ്ര ഓഫീസിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബഹുമാനായ ശ്രീ പ്രകാശ് ജാവ്ദേക്കർ MP-യും അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അരവിന്ദ് മേനോൻ അടക്കമുള്ള BJPയുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ടാണ് പത്മജ വേണുഗോപാൽ മെമ്പർഷിപ്പ് എടുത്തത്. അവിടെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം ഞങ്ങളെ സംബന്ധിച്ചെടുത്തില്ല. അവർ നേരിട്ട് പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഞങ്ങൾ അതിൻ്റെ കൃത്യമായി വഴി സ്വീകരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവരെ സംബന്ധിച്ച് ഉത്തരം മുട്ടപ്പോൾ കൊഞ്ഞനം കുത്തുന്നുണ്ടാവും. വഴിയെ പോകുന്ന ആളുകളെ മുഴുവൻ ഇവരെ സംശയിക്കുന്നുണ്ടാവും. ആ സംശയം ഉണ്ടെങ്കിൽ അവർ പുറത്തു വിട്ടോട്ടെന്നേ, പുറത്തു വിട്ടിട്ട് അവര് ശരി ഉല്ലാസ് ബാബു പുറത്തു വിടേണ്ടത് കോൺഗ്രസ് തന്നെയാണ് വെല്ലുവിളിച്ച് കോൺഗ്രസ് തന്നെയാണ് പുറത്തു വിടേണ്ടത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ ലോക്നാഥ് ബെഹ്റയെ കുറിച്ച് അദ്ദേഹം BJP ആയ കാലം മുതലുള്ള ഒരു ആക്ഷേപമാണ്. അദ്ദേഹം മോദി സർക്കാരിന്റെ പ്രിയപുത്രനാണ്, മാനസപുത്രനാണ്. എന്തിനാണ് ലോക്നാഥ് ബെഹ്റയെ LDF സർക്കാർ പിന്തുണയ്ക്കുന്നതെന്ന ആക്ഷേപം? എന്തിനാണ് BJPയുടെ മാനസപുത്രനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു IPS-കാരനെ LDF സർക്കാർ പിന്തുണയ്ക്കുന്നത്? അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ശേഷവും പൊസിഷൻ കൊടുക്കുന്നത് എന്തിനാണെന്നൊക്കെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇവിടെ സുധാകരനും ഹസനും തുറന്ന് പറയുകയാണ്, ഞങ്ങളിൽ തെളിവുണ്ട്, പത്മജയെ വീട്ടിൽ പോയി കണ്ടതിന് തെളിവുണ്ട്, ചിത്രങ്ങൾ സഹിതമുണ്ട് എന്ന് വെല്ലുവിളിക്കുകയാണ്. അത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്തോ ഉണ്ടെന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ബെഹ്റ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്? അല്ല, അത് ലോക്നാഥ് ബെഹ്റ മാത്രമല്ല. ഇവിടെ കേരളത്തിൽ കുറേ ഇതേപോലെ റിട്ടയർ ചെയ്ത ഓഫീസർമാരെ വലിയ പദവികൾ കൊടുത്ത് വെറുതെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാലത്ത് മുൻപുണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ പല ആൾക്കാരും മിഡിൽമെൻ പണികൾ തന്നെയാണ്, ബ്രോക്കർ പണി തന്നെയാണ് ചെയ്യുന്നത്. ചിലർ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ബ്രോക്കർ പണി, ചിലർ ചില മതസ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന ചില പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള ബ്രോക്കർ പണി, മറ്റ് ചിലർ വേറെ തരത്തിൽ ബിസിനസ് താല്പര്യമുള്ള ആൾക്കാരുമായിട്ടുള്ള ബ്രോക്കർ പണി. വേണു രാജാമണിയെ വിദേശത്ത് പോകുമ്പോൾ ചില ഇതുപോലെയുള്ള ബ്രോക്കർ പണി ചെയ്യാൻ വേണ്ടി കുറച്ച് കാലത്തേക്ക് നിയോഗിച്ചിരുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ KV തോമസിനെ ആ പദവിയിൽ അല്ലെങ്കിൽ അവിടെ വേറൊരു പദവി കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇവർക്കൊക്കെ കൊടുക്കുന്ന പണം എത്രയാണെന്ന്, നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന പണം എത്രയാണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ 6 മാസം 7 മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കാശില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രകടന പത്രികയിൽ 2500 രൂപ പെൻഷനാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട നൗഷാദ് MLA പറയും, ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് കേസ് നടത്തുന്നില്ലേ അതിനുവേണ്ടി. ഇവിടെ ഈ WWE നടക്കുന്ന ഈ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഹിന്ദിയിൽ നോറ കുഷ്തി എന്ന് പറയും. അതായത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവർ ഫൈറ്റ് നടത്തുന്നതായിട്ട് കാണിക്കും, പക്ഷേ മറ്റ് പല ഡീലുകളും അടിയിൽ കൂടി നടക്കും. ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി, സാമാന്യ യുക്തി വെച്ച് ആലോചിച്ചാൽ മതി. കേരളത്തിൽ ഒഴിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും EDയും CBIയും എല്ലാം കയറി നിരങ്ങുകയാണ്. കേരളത്തിൽ ഇവരൊക്കെ വന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഒരു സെറ്റിൽമെൻ്റ് ആവും. ഒരു ഘട്ടത്തിലും പിണറായി വിജയനെ ഒന്ന് ചോദ്യം ചെയ്യും. പിണറായി വിജയൻ്റെ ആ ഇരട്ടച്ചങ്കൻ ഇമേജിന് ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ഇവിടെ EDയും CBIയും മറ്റ് അന്വേഷണ ഏജൻസികളും വന്ന് നിരങ്ങുന്നതിനെക്കുറിച്ച് അജിംസിനെങ്കിലും ഒന്നെന്തായാലും ആലോചിച്ചാൽ മനസ്സിലാകും. തോമസ് ഐസക്കിന്റെ ഒക്കെ പുറകെ തന്നെയുണ്ട് ED, വിടാതെ പിന്തുടരുകയാണ്. തോമസ് ഐസക്കിനെയൊക്കെ വിടാതെ, തോമസ് ഐസക്കിനെ ശരിക്കും ഒരു തരത്തിൽ അത് പെടുത്താൻ പറ്റാത്തൊരു കേസ് പോലുമാണ്. ഇവിടെ അതിനേക്കാൾ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ പറ്റിയ എത്ര കേസുകൾ, മകളുടെ മാസപ്പടി അടക്കമുള്ള കേസുകൾ. പിണറായി വിജയൻ ഈ കസേരയിൽ ഇരിക്കേണ്ട എന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചാൽ പിണറായി വിജയൻ ഇരിക്കാൻ പറ്റില്ല. അത്രയും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ദില്ലിയിലെ കേന്ദ്ര നേതാക്കളുമായിട്ടൊക്കെ BJPയുടെ നേതാക്കളുമായിട്ടൊക്കെ മലയാളികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവിടെ പണിയില്ലാതെ ഇരിക്കുന്ന. ഇവർ പണ്ട് CPM-കാർ തന്നെ വിട്ട അൽഫോൻസ് കണ്ണന്താനം മുതലുള്ള ആൾക്കാർ. കഴിഞ്ഞ ദിവസം അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ ഒരു പ്രസ്താവന കേട്ടിരുന്നു, ഇവിടെ സഭയ്ക്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഈ സഭ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കുക എന്ന രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം അവിടെ ഇറക്കി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തതാണ്. അപ്പോൾ ഈ നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഇവർ തമ്മിൽ പലതരത്തിലുള്ള ഡീലുണ്ട്. ഇപ്പോൾ ഈ പത്മജയുടെ കാര്യത്തിലേക്ക് വരാം. മാർച്ച് 6-ാം തീയതി ആണ് രാവിലെ എനിക്ക് ദില്ലിയിലുള്ള ഇതുപോലെ കേരളത്തിൽ നിന്ന് പോയ ഒരു മലയാളിയായിട്ടുള്ള BJP നേതാവിൻ്റെ മെസ്സേജ് വരുന്നു ഫോണിൽ, വാട്സപ്പിൽ.
ഞാൻ വേണേൽ അജിംസിന് ചർച്ച കഴിഞ്ഞ് കാണിച്ചു തരാം. അതായത് ഇന്ന അല്ലെങ്കിൽ ഒരു പ്രമുഖ നേതാവ്, കോൺഗ്രസ് നേതാവ് BJPയിലേക്ക് ചേരുന്നു. അപ്പോൾ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പിന്നീട് അദ്ദേഹം പറയുന്നു പത്മജ വേണുഗോപാലാണ്. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് അറിയാവുന്ന ചില ആൾക്കാരെയൊക്കെ വിളിച്ച് കൺഫേം ചെയ്യുന്നു. അപ്പോൾ അവരുടെ നമ്പർ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഞാനിവിടെ തൃശ്ശൂർ വീക്ഷണത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററായിട്ടുള്ള N ശ്രീകുമാറിനോട് ചോദിക്കുന്നു, എന്താണ് അവരെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അയ്യന്തോളിലെ പരിപാടിക്ക് കണ്ടതാണല്ലോ, അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് നിങ്ങളെന്ന് മണ്ടത്തരായി പറയുന്നത്, ആനന്ദ് എന്തോ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ കുറേ പത്മജയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന പലരെയും, അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുള്ള പലരെയും ഞാൻ ശ്രമിച്ചു. മാധ്യമപ്രവർത്തകരെ, കോൺഗ്രസിൻ്റെ ചില നേതാക്കളെ വിളിച്ച് ചോദിച്ചു. അവസാനം നിങ്ങളുടെ തന്നെ ആലപ്പുഴ റിപ്പോർട്ടറായിട്ടുള്ള U ഷൈജുവിനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം അപ്പോഴൊരു ആശുപത്രിയിലാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പോലും കിട്ടിയില്ല. കാരണം ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്ന് എന്നോട് ഷൈജു പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ന്യൂസ് 18 ഒരു പത്രപ്രവർത്തകൻ, ന്യൂസ് 18 മലയാളത്തിൻ്റെ ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറയുന്നു, ഇങ്ങനെയൊരു കാര്യം കേട്ടിട്ടുണ്ട്, ഇത് സത്യമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കേട്ടിരുന്നു. അപ്പോൾ അവർ അത് വാർത്ത കൊടുക്കണമോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുകയാണ്. ന്യൂസ് 18 ചന്ദ്രകാന്ത് വിശ്വനാഥ് എന്ന അവരുടെ ഡിജിറ്റൽ ഹെഡ്, അദ്ദേഹത്തിനാണ് ഈ വാർത്ത കിട്ടിയത്. എന്നെപ്പോലെ അദ്ദേഹത്തിനും ചിലപ്പോൾ വാട്സപ്പ് മെസ്സേജ് കിട്ടിയതായിരിക്കാം. എന്തായാലും അവർ അത് കൺഫേം ചെയ്ത് അവർ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ബെഹ്റ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം ഇവിടെ കുറേ മിഡിൽമെന്മാർ, ഇതുപോലെ BJPയും CPMുമായിട്ടുള്ള കുറേ ബിസിനസ് നടത്തുന്ന ആൾക്കാർ പല പദവികളിലും ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം വസ്തുതയാണ്. അതിവിടെ ശ്രീ നൗഷാദ് MLA എത്ര നിരാകരിച്ചാലും ഇവിടെ ഒരു സാമാന്യ യുക്തി വെച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ കണ്ടത്തിൽ ഫാമിലി, മനോരമ ഫാമിലിയിലെ KM എബ്രഹാം തൊട്ട് എത്ര പേരെയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? 20 പേരിൽ കൂടുതലുണ്ട്. ഇതുപോലെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ, 2, 3, 5 ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ. ഇവരെന്നിട്ട് എന്ത് പണിയാണ് ചെയ്യുന്നത്? ബ്രോക്കർ പണി, കൃത്യമായിട്ട് പറഞ്ഞാൽ ബ്രോക്കർ പണി ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്. ചില മതസ്ഥാപനങ്ങളുമായിട്ട്, ചില ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട്, കേന്ദ്ര സർക്കാരുമായിട്ട്. പിണറായി വിജയൻ ജയിലിൽ പോകാതെ ഇരിക്കുന്നത് പോലും ഇത് കാരണമാണ്. ഇതിൽ വേറൊരു കാര്യം പറയാം. ഇവിടെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്ത് എന്താണ് ഇവിടെ ഈ CPMും BJPയും തമ്മിലുള്ള ഡീൽ? 2026 വരെ ഇതുപോലെ അങ്ങോട്ട് പോവുക. 2026 UDF വീണ്ടും തോൽക്കും. മുസ്ലിം ലീഗിന് ഗത്യന്തരമില്ലാതെ LDFിൽ പോകേണ്ടി വരും. പിന്നെ ഇവിടെ BJP വന്നിട്ട് EDയും CBIയും ഒക്കെ ആയിട്ട് CPMനെ അങ്ങ് തീർത്തിട്ട് ഇവിടെ BJP ഭരണം പിടിക്കുക കേരളത്തിൽ. ഇതാണ് BJPയുടെ ലക്ഷ്യം. CPMന് അത്രയൊന്നും ദീർഘദൃഷ്ടിയില്ല. അവർക്ക് 2026 വീണ്ടും ഒരു തവണ കൂടി എങ്ങനെയെങ്കിലും ഭരിച്ചാൽ അത് മതി എന്നുള്ളതാണ് അവരുടെ ഒരു കാര്യം. ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്കും അല്ലെങ്കിൽ മറ്റു പലർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ദൗർഭാഗ്യകരമായ കാര്യം. ആനന്ദ്, അപ്പോഴൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബെഹ്റ ഒരു വശത്ത്, ഒരു കൈ അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിലാണെങ്കിൽ ഒരു കൈ കേരളത്തിലാണെന്ന് പറയുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരാളെയൊക്കെ നിലനിർത്തുമ്പോൾ ഇത് തങ്ങളുടെ തലയ്ക്ക് വീഴുന്ന കോടാലിയാണെന്നുള്ളൊരു കോമൺ സെൻസ് CPMന് ഉണ്ടാവില്ലേ? ഇത് തങ്ങളെ കൂടി തീർക്കാനുള്ളതാണ് ഈ കോടാലി, കോൺഗ്രസിന് മാത്രമല്ല എന്നൊരു ധാരണ അവർക്കില്ലാതിരിക്കുമോ? ത്രിപുരയും ബംഗാളും ഒക്കെ അവർ കണ്ടതല്ലേ? അല്ല, അവർക്ക് അടുത്ത തവണ ഒരു തവണ കൂടി ഭരണം കിട്ടിയാൽ മതി. അവർക്ക് ഭരണത്തിലിരുന്നാൽ അവർക്ക് പിന്നെ ഭാവിയിൽ തീർന്നാലും കുഴപ്പമില്ല. അടുത്ത തൽക്കാലത്തെ കാര്യം നോക്കുക. പിണറായി വിജയൻ്റെ ഇമേജിനെ സംരക്ഷിക്കുക. പിണറായി വിജയൻ മരിക്കുന്നവരെ മുഖ്യമന്ത്രിയായിരിക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജാമാതാവായിട്ടുള്ള റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക. എന്നിട്ട് ഇതൊരു കുടുംബ പാർട്ടിയാക്കി മാറ്റുക. ഈ നേരത്തെ ഇവിടെ ശ്രീ നൗഷാദ് പറഞ്ഞു VSൻ്റെ മകൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നായനാരുടെ മകൻ പോയിട്ടുണ്ടോ എന്താ? മറ്റേ ലോറൻസിൻ്റെ മകൾ പോയത് പ്രശ്നമല്ലേ? ലോറൻസിൻ്റെ കൊച്ചുമകൻ പോയത് പ്രശ്നമല്ലേ? അതേ LDF കൺവീനർ ആയിരുന്നില്ലേ? അതേ ഒരു കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു വിചാരിച്ചിരുന്ന ആളല്ലേ? മധ്യ കേരളത്തിലെ CPMൻ്റെ ഏറ്റവും തലം മുതിർന്ന CIT വിഭാഗത്തിൻ്റെ നേതാവായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ മക്കൾ പോയ പ്രശ്നമല്ലേ? കഴിഞ്ഞ ദിവസമാണ് പുഷ്പൻ്റെ അനിയൻ, പുഷ്പനെ അറിയാമോ? സഖാവ് നൗഷാദിന് പുഷ്പനെ അറിയാമായിരിക്കും. എന്തായാലും പുഷ്പൻ്റെ അനിയൻ ശശി BJPയിൽ പോയി എന്ന് കേട്ടോ. അപ്പോൾ ആരാണ് ശശിയായത്? എന്തായാലും ഇവിടെ കുറേ CPMൻ്റെ ആൾക്കാർ ഇതെന്താ കാര്യം എന്നറിയോ? CPMൻ്റെ നേതാക്കൾ പോകാൻ തുടങ്ങിയാൽ അത് പിന്നെ നിർത്താൻ പറ്റില്ല. അത് പോയാൽ പിന്നെ അതിൻ്റെ ഒരു ഒഴുക്കായിരിക്കും. ഇവിടെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. കഴിഞ്ഞ തവണ പാലക്കാട് അസംബ്ലി ഇലക്ഷൻ നടക്കുന്നു. അവിടെ ശ്രീധരൻ ലീഡ് ചെയ്യുകയാണ്. 6000-7000 വോട്ട് ലീഡ് ചെയ്യുന്നു. അവസാനം എണ്ണിയ ബൂത്തുകൾ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന കണ്ണാടി പോലെയുള്ള ഗ്രാമപഞ്ചായത്തുകളാണ്. അവിടെ എണ്ണുമ്പോൾ ഷാഫിക്ക് ലീഡ് കിട്ടുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് ഷാഫിക്ക് CPMകാർ വോട്ട് മറിച്ചു കൊടുത്തത്? അതിന് ഒറ്റ ഉത്തരമുള്ളൂ. ഇവിടെ ഒരു തവണ BJP ജയിച്ചാൽ പിന്നെ CPM ഇവിടെ ഒന്നടങ്കം ഇവിടെ BJP ആയി മാറുന്ന ഹിന്ദു വോട്ടുകൾ മറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഇവിടെ CPMൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? BJP ജയിക്കരുത്.
ശരിയാണ്, കോൺഗ്രസ് ആണ് ഇപ്പോൾ അതിനുവേണ്ടി മുരളീധരനെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി നിർത്തുന്നത്. പക്ഷേ ഇവിടെ കോൺഗ്രസിനെ തീർത്ത് BJPയെ പ്രതിപക്ഷത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന CPM അവർ മനസ്സിലാക്കുന്നില്ല 2026 ശേഷം അവരുടെ തലയുടെ മുകളിൽ കൂടി BJPയോട് വന്ന് കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന്. അതുപോലെ അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു ഷോർട്ട് ടേം ഗോളേ ഉള്ളൂ. ശരി, ശ്രീ രാജു പി നായർ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അതങ്ങ് പുറത്തു വിട്ടുകൂടെ? ഈ കള്ളക്കളി പൊളിച്ചുകൂടെ? പുറത്തുവിടേണ്ട സമയത്ത് അത് പുറത്തുവിടും. ഞാൻ ചോദിക്കട്ടെ അജിംസെ, നമ്മൾ എന്നു മുതലാണ് ലോക്നാഥ് ബെഹ്റയെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങുന്നത്? എത്രയോ DGPമാരുണ്ടായി. ഇപ്പൊ ഷെയ്ഖ് സർവേസ് സാഹിബ്, അദ്ദേഹം DGP ആണ്. നമ്മൾ ചർച്ച ചെയ്തിരുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ നിയമനത്തെ സംബന്ധിച്ച്. എന്നു മുതലാണ് നമ്മൾ ലോക്നാഥ് ബെഹ്റയെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്? ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന മലയാളിയായ ഒരു പെൺകുട്ടി ഉൾപ്പെടെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപാതകം ചെയ്ത അമിത്ഷായ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. പിണറായി വിജയൻ കേരളത്തിൽ ലോക്നാഥ് ബെഹ്റയെ സീനിയോറിറ്റി മറികടന്ന് DGP ആക്കി നിയമിച്ചത് എന്തിനാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതിന്റെ ഒരു ഉപകാരവും അല്ലെങ്കിൽ അതിന്റെ പാലങ്ങളാണ് ഈ കഴിഞ്ഞ 7 വർഷക്കാലം കേരളത്തിൽ കണ്ടത് മുഴുവൻ, ഇല്ലേ? അമിത്ഷായ്ക്ക് രാജു പി നായർ അങ്ങനെ സീനിയോറിറ്റി മറികടന്ന് അദ്ദേഹത്തെ DGP ആക്കിയത് റിട്ടയർ ചെയ്തതിനു ശേഷം സംഘപരിവാർ രാഷ്ട്രീയം ഒരു അറപ്പും വെറുപ്പുമില്ലാതെ വിളിച്ചു പറയുന്ന TP സെൻകുമാറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിണറായി വിജയൻ തുറന്നു പറഞ്ഞ സഭയിൽ. അല്ല, TP സെൻകുമാർ അന്ന് സംഘിയായിരുന്നില്ല, പിന്നീടാണ്. TP സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ സംഘിയായിരുന്നില്ല. അതിനുശേഷം അയാൾ BJPയിൽ ചേർന്നിട്ടുള്ളത് ശരിയാണ്. അല്ല, അതിനും മറുപടി പിണറായി നിയമസഭയിൽ പറഞ്ഞു രാജു പി നായർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും TP സെൻകുമാർ നിങ്ങളുടെ ആളാണെന്ന്. അങ്ങനെയല്ല കേട്ടോ എന്നാണ് പിണറായി അന്ന് സഭയിൽ പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറയട്ടെ അജിംസെ, ഞാൻ പറയുന്നത് TP സെൻകുമാർ എന്ന് പറയുന്ന DGP അന്ന് BJPയിൽ ചേരാത്ത DGPയെ മാറ്റിക്കൊണ്ട് സംഘിയായ ലോക്നാഥ് ബെഹ്റ അവിടെ കൊണ്ടുവന്നിരുത്തതല്ലേ? വെറും സംഘിയാണോ? അമിത്ഷായെ പോലെ ഈ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ആശയത്തെ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ ഒരു സമുദായത്തെ മുഴുവൻ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന ഒരു നരാധമനെ ക്ലീൻ ചിറ്റ് കൊടുത്ത് രക്ഷപ്പെടുത്തിയ ലോക്നാഥ് ബെഹ്റ പിണറായി വിജയന്റെ സഹായിയായി മാറിയത് എങ്ങനെയാ? പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മാറിയത് എങ്ങനെയാ? അയാൾ റിട്ടയർ ചെയ്തിട്ടും അയാളുടെ ഈ ക്രെഡൻഷ്യൽസ് എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അയാളെ KMRLന്റെ ചെയർമാനാക്കി ഇരുത്തി നമ്മുടെ നികുതിപ്പണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത് എന്തിനാ? അവിടെയാണ് ഇതിന്റെ മുഴുവൻ കിടക്കുന്നത്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്നത് BJPയും പിണറായി വിജയനും എതിരെ കൂടെയുള്ള പാലമാണ്. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതിനോട് ഞാൻ ചെറുതായിട്ട് വിയോജിക്കുന്നു. CPM അറിയാൻ പാടില്ലാത്തതല്ല, പക്ഷെ കേരളത്തിൽ ഇന്ന് CPM ഇല്ല. കേരളത്തിൽ പിണറായിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. പിണറായി പറഞ്ഞാൽ ഇരിക്കാനും ചെയ്യണം. പിണറായി പറഞ്ഞാൽ ഞാൻ പറയാം, പിണറായി പറഞ്ഞാൽ ഇരിക്കാനും കിടക്കാനും മാത്രമല്ല, ഒരു പക്ഷെ ഈ പാർട്ടിയെ മുഴുവൻ BJPയിലേക്ക് ചേർത്താൽ പോലും ഒരക്ഷരം മിണ്ടാത്ത പിണറായിസ്റ്റുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. കേരളത്തിൽ CPM എന്ന് പറഞ്ഞില്ല. CPM ഒക്കെ എന്നേ തീർന്നു. ഇന്ന് പിണറായി വിജയന്റെ അടിമക്കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെന്തിനേയും ന്യായീകരിക്കും, അവരെന്തിനും ചെയ്യും. നൗഷാദ് MLA കുറെ കണക്കൊക്കെ ഇവിടെ പറഞ്ഞു. ഇന്ത്യയിൽ കോൺഗ്രസിൽ നിന്ന് മാത്രമാണോ പോയത്? ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടികളുടെ പാർട്ടിയുടെ MLA BJPയിൽ പോയില്ലേ? മറ്റു പാർട്ടികളിൽ നിന്ന് പോയിട്ടില്ലേ? ശിവസേനയിൽ നിന്ന് പോയില്ലേ? NCPയിൽ നിന്ന് പോയില്ലേ? എല്ലായിടത്തു നിന്ന് പോയിട്ടില്ലേ? ഇന്ന് BJP ഉപയോഗിക്കുന്ന ഈ അധികാരത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ ബഹിസ്ഫുരതയെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതിന് അതിനെതിരെയുള്ള കൂടിയാണ് ഞങ്ങളുടെ പോരാട്ടം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ആകെ കൂടി ഉണ്ടായിരുന്നത് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലാണ്. എത്ര പേര് പോയി? ശ്രീ നൗഷാദ് MLA, അശോക് ദിന്ദ, തപസി മണ്ഡൽ, ഗഗൻ മുർമു MLA ആയിരിക്കുമ്പോ പോയതാണ്. സ്വദേശ് രഞ്ജൻ നായിക്ക്, ദീപാലി ബിശ്വാസ്, നികുഞ്ച പൈക്ക്, അങ്കഡ് ബൗരി, ദേവപ്രദായ് റോയ്, ജ്യോതിർമയി സിക്ദാർ, വിശ്വജിത് ദത്ത, ജിതേന്ദ്ര സർക്കാർ, മനോരഞ്ജൻ ആചർജി, ജയ് കിഷോർ ജമാത്തിയ. എത്ര പേരാ? 2 സംസ്ഥാനത്ത് മാത്രം ഉണ്ടായിരുന്ന ഈ പാർട്ടിയിൽ നിന്ന് പോയവരാണ് MP-മാരും MLA മുഴുവൻ. ഇനി അതാണോ ഈ പാർട്ടി ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും അധികാരത്തിൽ നിന്ന് മാറിയിട്ട് അവരുടെ മുഴുവൻ വോട്ടർ ബേസ് BJPക്ക് പോയില്ലേ? പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പോയില്ലേ? കർണാടകയിലെ സംഭവം പറഞ്ഞു. കർണാടകയിൽ 13 MLA-മാർ ഞങ്ങളുടെ പോയി. പക്ഷെ ഞങ്ങളിൽ വിശ്വാസമുള്ള വോട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി BJPയെ കർണാടകയിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങളുടെ അണികളുണ്ടോ? നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ പോലും ബോർഡ് ഉൾപ്പെടെ കൊണ്ടുപോയില്ലേ?
എന്നിട്ട് നാണംകെട്ട വർത്താനോട് എന്നിട്ട് പറയാണ് BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസ് ആണ് കേരളത്തിലെ പിണറായിസ്റ്റുകൾ. അത് മറക്കണ്ട. ഈ പാർട്ടി ഇന്ന് ഞാൻ പറഞ്ഞേ, ഈ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയവാദത്തിന്റെ ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ പോകുന്ന ഈ ഒരു ശക്തിയായിട്ട് നിൽക്കുമ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തിന്റെ ക്രിമിനൽ പ്രൊസീജിയറിനെയും IPCയും ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഡ്രക്കോണിയൻ ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമുണ്ടാക്കിയ മീറ്റിംഗിൽ, ഉത്തരാഖണ്ഡിലെ മീറ്റിംഗിൽ ഈ ഇന്ത്യയിൽ BJPയിൽ നിന്നല്ലാതെ പങ്കെടുത്ത ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനാ. ലോക്നാഥ് ബെഹ്റയാണോ കൈപിടിച്ച് ആ മീറ്റിംഗിൽ കൊണ്ടുപോയത്? പറയണം. ഞാൻ ആരോട് ഉന്നയിക്കാൻ? CPM പറയണം, മറുപടി പറയണം. ലോക്നാഥ് ബെഹ്റയാണോ IPCയും CRPC ഉൾപ്പെടെ അട്ടിമറിക്കാൻ വേണ്ടി അടിസ്ഥാന ശിലയിട്ട മീറ്റിംഗിൽ ഇന്ത്യയിൽ നിന്ന് BJP അല്ലാത്ത ഒരു മുഖ്യമന്ത്രിയും പങ്കെടുക്കാത്ത മീറ്റിംഗിൽ പിണറായി വിജയനെ കൊണ്ടിരുത്തിയത് അമിത്ഷായുടെ അറിവോടുകൂടി ലോക്നാഥ് ബെഹ്റയാണോ? ഈ രാജ്യത്തെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് എല്ലാ സഹായവും ശരി രാജു പിതാർ. ശ്രീ M. നൗഷാദ്, ഒരു കാര്യം, ഈ ലോക്നാഥ് ബെഹ്റയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത് അത്ര പരിശുദ്ധമൊന്നുമല്ല. അത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തപ്പോൾ, പിന്നീട് അദ്ദേഹം കോടതിയിൽ കൊടുത്ത വീഡിയോ കോൺഫറൻസ് വഴി കൊടുത്ത മൊഴി കണ്ടപ്പോൾ എനിക്കത് അന്ന് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഓർമ്മ വന്നു എന്നത് മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം, ഏറ്റുമുട്ടൽ കൊലയിൽ അമിത്ഷായെ രക്ഷിക്കാൻ വേണ്ടി അത് നടത്തിയ ശ്രമത്തെക്കുറിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് മാത്രമല്ല, JP നഡ്ഡ, ഇപ്പോഴത്തെ BJP അധ്യക്ഷൻ JP നഡ്ഡ ആരോഗ്യമന്ത്രിയായിരിക്കെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു സംസ്ഥാന നേതാവിൻ്റെ കാറിൽ ലോക്നാഥ് ബെഹ്റയെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടതിനും സാക്ഷികളുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഡ്യൂബിയസ് ആയ രാഷ്ട്രീയമായ പശ്ചാത്തലം കൂടിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. എന്തിനാണ് ഈ സർക്കാർ അത്തരം ഒരാളെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്? ശ്രീ M. നൗഷാദ്. അല്ല, അജൻസിന്റെ ചർച്ച എന്താണ്? ഇവിടെ പത്മജ കോൺഗ്രസിൽ BJPയിലേക്ക് പോയതാണോ, ലോക്നാഥ് ബെഹ്റയുടെ പുതിയ സ്ഥാനലബ്ധിയെ കുറിച്ചാണ് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? BJP ഇന്ന് ഇന്ത്യയിൽ ഈ കേരള ഗവൺമെന്റിനോട് നിങ്ങളിപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJP ആക്ഷേപിക്കുന്നത് പോലെ 4 MP വേണ്ടി മത്സരിക്കുന്ന പാർട്ടി എന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ. ഈ ഗവൺമെന്റിനെ എങ്ങനെയും തകർക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന BJP ആ തങ്ങളാൽ കഴിയുന്ന തരത്തിൽ BJPയെ പ്രതിരോധിക്കുന്ന പാർട്ടിയാണ്. ഇവിടെ പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെ ഇന്ന് ഇന്ത്യയിലെ CPM നേതൃത്വമുള്ള ഏക ഗവൺമെന്റിനെ കൂടി തകർത്ത് ഇവിടെ ഇടതുപക്ഷ രഹിതമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നവരെ ദുർബലപ്പെടുത്തുന്ന വാദങ്ങളുമായി വരുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അത് CPMന്റെ ലീഡർഷിപ്പും ആദർശവും കൊണ്ടാണെങ്കിൽ M. നൗഷാദ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ പോലെ തന്നെ BJPക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത വേറെ 2 പാർട്ടികളുണ്ട്. ഒന്ന് ബിജു ജനതാദളാണ്, ഒന്ന് ബിജു ജനതാദളാണ്, ഒന്ന് YSRCP ആണ്, മറ്റൊന്ന് CPM ആണ്. അതായത് BJPക്ക് പർച്ചേസ് ചെയ്യേണ്ടതില്ലാത്ത 3 പാർട്ടികൾ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ബിജു ജനതാദൾ ഇപ്പൊ അവരോടൊപ്പം പോയി ബംഗാളിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ബിജു ജനതാദൾ ഞാൻ പറഞ്ഞത് ബംഗാളിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, ബംഗാളിൽ അണികൾ പോലും ഇല്ലാത്തവരായി ഞങ്ങൾ മാറിയെന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുന്നു പറയുന്നത് എന്തൊരു ആക്ഷേപമാണ്. പിന്നെ ഇവിടെ എന്താണ് ആനന്ദ്, അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആരുടെ ബ്രോക്കറാന്ന് അദ്ദേഹം ബ്രോക്കറേജിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം ആരുടെ ബ്രോക്കറാണെന്ന് ചർച്ച കേട്ടപ്പോ മനസ്സിലായല്ലോ. ശ്രീ ആനന്ദ്, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഒരു കാര്യം സമ്മതിച്ചോ? ശ്രീ രാജു സമ്മതിക്കുമോ? പാലക്കാട് ഷാഫി ജയിച്ചത് BJP ജയിക്കാതിരിക്കാൻ CPM എടുത്ത നിലപാടിന്റെ ഭാഗമാണെന്ന് ആനന്ദ് പറഞ്ഞതിനോട് രാജു യോജിക്കുന്നുണ്ടോ? അതാണ് CPM നിലപാട്. അതേസമയം നിയമത്തിൽ രാജഗോപാലിനെ ജയിപ്പിച്ചതാണ് CPM. എടുക്കുന്ന നിലപാടിനനുസരിച്ച് തന്നെയാണ് അണികൾക്കൊരു നിലപാട്, നേതൃത്വത്തിന് മറ്റൊരു നിലപാട്. തരാതരം പോലെ വർത്തമാനം പറയരുത് കേട്ടോ, തരാതരം പോലെ വർത്തമാനം പറയരുത്. ഇവിടെ BJP അവരുടെ അധികാരം ഉപയോഗിച്ച് EDയെ ഉപയോഗിച്ച് രാഷ്ട്രീയ BJP നിങ്ങൾ പറഞ്ഞല്ലോ
പാലക്കാട് പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാൻ CPM തീരുമാനിച്ചിരുന്നോ? ജയിക്കാതിരിക്കാനുള്ള അല്ല, നിലപാട് ഒരു നിമിഷം രാജു എന്താ പറയുന്നത്? ഒരു നിമിഷം രാജു എന്താ പറയുന്നത്? ശ്രീ എം നൗഷാദ്, അത് എം നൗഷാദ്. തെറ്റാണോ? അല്ല രാജു, നൗഷാദ് ചൂണ്ടിക്കാട്ടുന്നത് ബി.ജെ.പി ജയിക്കാതിരിക്കാൻ ഷാഫിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് CPM എന്നാണ്. അജിംസ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഞാൻ എന്നോ പറയാൻ അനുവദിക്കാം. പറയ്. ഞാൻ ആനന്ദ് കുറച്ചുകൂടി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുന്നില്ല. സ്ഥലങ്ങളിൽ അല്ലല്ല CPM-ന് ഓൾ ഇന്ത്യ തലത്തിലും ഞങ്ങൾ അജിംസ, കൊച്ചു എനിക്കൊരു 30 പാർട്ടിയാണ്. സെക്കൻഡ്, അജിംസ ഒരു 30 സെക്കൻഡ് തരൂ. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത സ്ഥലത്ത് BJP-യെ തോൽപ്പിക്കാൻ ശേഷിയുള്ളത് ആരാണോ അവരെ സഹായിക്കുക എന്നുള്ളത് പൊതു നിലപാട് തന്നെയാണ്. അപ്പൊ പാലക്കാട് ഷാഫി വളരെ പറമ്പിൽ ഇന്ത്യ അനുകൂലമായി മുന്നണിയുമായി നമ്മൾ വോട്ട് ചെയ്യാൻ സഹകരിക്കുന്നത് എന്താ? CPM തീരുമാനിച്ചിരുന്നോ? നിങ്ങൾ എന്റെ പറഞ്ഞത് ആനന്ദ, അണികൾക്ക് ഒരു നിങ്ങളെ നിലപാടും അജിംസെ, CPM മറ്റൊരു നിങ്ങളെ- നിലപാടുമില്ലെന്നാ. ഒരു നിമിഷം നൗഷാദ് ഒരു സെക്കൻഡ് രാജു എന്താണ് പറയുന്നത് കേൾക്കുന്നത്? രാജു എന്താ പറയുന്നത്? പാലക്കാട് എന്ത് സംഭവിച്ചെന്നാണ് പറയുന്നത് രാജു? രാജു എന്താ പറയുന്നത്? മറുപടി പറയാൻ അവസരം തരാം. ഒരു സെക്കൻഡ് നൗഷാദ്, ഒരു സെക്കൻഡ് രാജുവിന് പറയണ്ടല്ലോ. അവരൊന്നും പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. അല്ലല്ല അങ്ങനെ നിങ്ങൾ ഇത് പക്ഷപാതപരമായ നിലപാടാണ് നിങ്ങൾ. നൗഷാദ് പൂർത്തിയായിക്കോളൂ, പൂർത്തിയാക്കി, ഒരു പ്രശ്നമില്ല. നൗഷാദ് പൂർത്തിയായിക്കോ. രാജു ഒരു സമയം, ഒരു നിമിഷം നൗഷാദ് പൂർത്തിയാക്കും അല്ല, പ്ലീസ്. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ വീണ്ടും രാജുവിന് സമയം കൊടുക്കുക. ഇല്ല നൗഷാദ് പറഞ്ഞോളൂ, സമയമുണ്ട്, പറഞ്ഞോളൂ. 4 ടോക്കായി. BJP-നുണ്ട് 5, അജിംസ് 6. ഈ 6 എണ്ണത്തിന് ഞാൻ മറുപടി പറയണം. ഓക്കേ, നൗഷാദ് പൂർത്തിയാക്കും പ്ലീസ്. എങ്ങനെയാണ് അജിംസെ? ഇത് ഒരു നീതിപൂർവമായ ചർച്ചയല്ല. ഓക്കെ നൗഷാദ് പൂർത്തിയാക്കൂ, സമയങ്ങളല്ലേ പറയേണ്ടത്. BJP ഇന്ത്യ ഒട്ടുക്ക് എന്തെല്ലാം ന്യായം പറഞ്ഞാലും സമ്പത്ത് ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച്, ED ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം പിടിക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനായി ED ഉപയോഗിക്കുന്നു എന്ന പരസ്യ നിലപാടെടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPM. അല്ല, കേരളത്തിൽ CPM-നെതിരായിട്ടും ഈ ഗവൺമെന്റിനെതിരായിട്ടും മാത്രമല്ല, കോൺഗ്രസ് BJP ഇതര ഗവൺമെന്റുകളെ തൊട്ടടുത്ത തമിഴ്നാട് ഗവൺമെന്റിനെ ഉൾപ്പെടെ, അതുപോലെ സാമ്പത്തികമായ ഉപരോധം കർണാടകക്കെതിരെയും നടത്തുന്നു. ഞങ്ങളതാ പറഞ്ഞത്. കർണാടകക്കെതിരെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകക്കെതിരെയും BJP സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു. പക്ഷെ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് കേരള ഗവൺമെന്റിനെതിരെ BJP സാമ്പത്തിക ഉപരോധം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ സമരത്തിന് പോയപ്പോ അതിൽ നിന്നും മാറി നിന്നവർ നിങ്ങൾ എന്താണ് രാജു എന്താണ് പറയുന്നത്? കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിലപ്പോവില്ല. പറയൂ രാജു, പറയൂ. ഈ തകർച്ചയിൽ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുന്നില്ല. പാലക്കാട് ഉൾപ്പെടെ പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അല്ലല്ല പറയട്ടെ, അല്ല പാലക്കാട് വേറെ ചർച്ചയാണ്, അതല്ല വിഷയം. ഞാൻ രാജുലേക്ക് വരാം. അത് വേറൊരു വിഷയമാണ്. ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരെ മാത്രമാണോ പർച്ചേസ് ചെയ്യുന്നത്? അത് ഇന്ത്യ മുന്നണിക്ക് വെളിയിലുള്ള എത്രയോ വേറെ പാർട്ടികൾ, ഇപ്പോൾ ഇന്ന് BRS-ൽ നിന്ന് കുറച്ചുപേർ പോയെന്ന് കേൾക്കുന്നു. ഈ YSR കോൺഗ്രസ്, അതുപോലെ ബിജു ജനതാദൾ, ഇവരാരെയും നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരാത്തത് എന്തുകൊണ്ടായിരിക്കും? CPM-ലെ പോലെ ഉല്ലാസ് ബാബു, നിങ്ങളുടെ പ്രവർത്തകർ, നിങ്ങളുടെ നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്നത്. ശരി ഉല്ലാസ് ബാബു, ഞാൻ പറഞ്ഞ അവസാനം അജിംസിന്റെ ഭാഷ തന്നെ തെറ്റാണ്. അജിംസിന്റെ ഭാഷ തന്നെ തെറ്റാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ആരും പർച്ചേസ് ചെയ്യേണ്ട ബാധ്യതയില്ല. അജിംസ് ആ വാക്ക് തിരുത്തണം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ രാജു പി നായർ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ വ്യക്തി നേരത്തെ പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി നരാധമെന്ന് തിരുത്താൻ രാജു പി നായർ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ അജിംസ് എന്താ ഇടപെടാൻ ആ കാര്യത്തിൽ? അങ്ങനെയാണെങ്കിൽ ആ ഭാഷയിൽ രാജു പി നായരെ പച്ചയായി ഈ ചർച്ചയിൽ ഞാനും വിളിക്കും. സമ്മതിക്കൂ അജിംസ്? തിരുത്താൻ തയ്യാറല്ല. അന്ന് രാജു പി നായർ എന്ന് പറയുന്ന കോമാളി താങ്കൾ എഴുതി വെച്ചോ, ഈ കോൺഗ്രസിന്റെ ലിസ്റ്റ് വായിച്ചിരിക്കാൻ മാത്രം ബാധ്യതപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാവും നിങ്ങൾ. കാരണം കടലാസിൽ ഇങ്ങനെ എഴുതി വെക്കാന്നല്ലാണ്ട് സ്വന്തം പാർട്ടിയിലെ കൊഞ്ഞാണന്മാർക്ക് അവനവന്റെ നേതാക്കന്മാരെ പിടിച്ചു നിർത്താൻ പ്രാപ്തിയില്ലെങ്കിൽ അങ്ങ് കണ്ണാടിയിൽ നോക്കി കൊഞ്ഞനം കുത്തി കളിക്കാന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സംഘടന നശിച്ച് നാറാണക്കല്ലായി മാറിയിരിക്കുമ്പോൾ അതിനകത്ത് കുറെ കോമാളികൾ ഉണ്ടെങ്കിൽ രാജു പി നായർ എന്ന് പറയപ്പെടുന്ന ഒരു കോമാളിയും തൃശ്ശൂർ അല്ലെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട. പിന്നെ നിങ്ങൾക്ക് BJP നേതാക്കന്മാരെ കാണുമ്പോൾ
വലിയ വിഷമം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ നേതാക്കന്മാർക്ക് ആർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്കും BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയുടെ 7 ഇലക്കത്ത് അവർ മുന്നോട്ട് വെക്കുന്ന വികസന സംവിധാനത്തിന്റെ 7 ഇലക്കത്ത് എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉത്തരേന്ത്യയിൽ നിക്കാക്കള്ളി ഇല്ലാതെ കേരളത്തിൽ വന്ന് ഇട്ടാമുട്ട് കളിക്കുന്നുണ്ടല്ലോ. ആ വ്യക്തിയോട് നിങ്ങളൊന്ന് പറ, ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനയോടും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസന നയങ്ങൾക്കും ബദലായിട്ട് അവതരിപ്പിച്ചിട്ട് ഒന്ന് ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് വരാൻ. മുന്നേ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയം നൽകിയത് രാജു നിങ്ങൾ കണ്ടില്ല. നിങ്ങൾക്കപ്പോൾ അമിത്ഷായെ നോക്കാനും നരേന്ദ്രമോദിയെ നോക്കാനും മാത്രമേ നേരുള്ളൂ. സ്വന്തം പാർട്ടിയിലെ അണികളെ പിടിച്ചു നിർത്താൻ പോക്ക് നേതാക്കന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഭാവിയിൽ ഇനി എത്ര എണ്ണമാണ് BJPയിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു നിൽക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ കടലാസും പേപ്പറും എടുത്ത് BJP നേതാക്കന്മാരെ കൊഞ്ഞനം കുത്തി കളിക്കുന്ന പൊട്ടനായി നിങ്ങൾ മാറരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനനായിട്ടുള്ള ശ്രീ നൌഷാദ് പറഞ്ഞൊരു കാര്യം എന്താണ്, ഞങ്ങൾ ഷാഫി പറമ്പനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ണാടി പഞ്ചായത്തിൽ പാലക്കാട് വോട്ട് ചെയ്തു. ഒന്ന് മിണ്ടാതെ എന്റെ രാജു പി നായരെ, വന്നാൽ 24 അവർ നിങ്ങൾക്ക് എന്നെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അജിംസ് ഒരു കാര്യം ചെയ്യാം, ഫുൾ ടൈം ആൾ ഇരുന്ന് സംസാരിച്ചോട്ടെ, ആളുടെ പ്രസംഗം നടക്കട്ടെ. എന്ത് വിടുവായിത്തരമാണെന്ന് ഇരുന്ന് പ്രസംഗിക്കുക, മറ്റുള്ളവർ പ്രസംഗിക്കാൻ പാടില്ല എന്നാ അയാളെ സംസാരിക്കട്ടെന്ന്. കയ്യിലുള്ള ആൾക്കാർ മുഴുവൻ പോകുമ്പോ പ്രാന്താവുന്നതാണ്. ചിഹ്നന്റ് മോശത്തരമാണ് കഴിക്കുന്നത്. എന്നിട്ട് BJP നേതാക്കന്മാരെ വന്ന് ചീത്ത പറയുന്നു. അജിംസ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളുടെ 10 പോയി, നിന്റെ 20 പോയി, അപ്പോൾ എന്റെ 30 പോയി എന്ന് പറഞ്ഞ് കളിക്കുകയല്ലാതെ ഒന്നെ കൊണ്ടും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. രാജു പി നായർ എഴുതി വെച്ചോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. 50 കൊല്ലം കഴിഞ്ഞാലും നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അത് ഇന്ത്യയിലും വരാൻ പോകുന്നില്ല, കേരളത്തിലും വരാൻ പോകുന്നില്ല. NDA എന്ന് പറയപ്പെടുന്ന മുന്നണി കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. സ്വാഭാവികമാണ്. കരഞ്ഞോളി, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ നോക്കൂ. ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഈ കണ്ണാടി പഞ്ചായത്തിലെ വോട്ട് കൊണ്ട് ഷാഫി ജയിക്കുന്ന മാജിക് നടക്കുന്നുണ്ട്. അത് BJP ജയിക്കാതിരിക്കാൻ CPM എടുക്കുന്ന റിസ്ക് ആണ്. അത് കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇടം കൂടിയാണ് കേരളം. പങ്ക് വിസ്മരിച്ചുകൊണ്ട് അതൊക്കെ ഡീലാണ്, എല്ലാം ബ്രോക്കറിംഗ് ആണെന്നൊക്കെ ആക്ഷേപിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ് ആനന്ദ്? അല്ല, ഇത് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട നൌഷാദ് MLA അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ കാസർഗോഡ് മഞ്ചേശ്വരം, കഴിഞ്ഞ തവണ പാലക്കാട് E ശ്രീധരനെതിരെ, അല്ലെങ്കിൽ ശശി തരൂറിന് വരെ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് CPMകാർ വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ശശി തരൂർ ഉൾപ്പെടെ വിശ്വസിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ഞാൻ ഈ കാര്യം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം 25% C ദിവാകരൻ്റെ വോട്ട് ശതമാനം കൂപ്പുകുത്തുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ CPM ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഇവിടെ ഒരു തവണ BJP ജയിച്ചാൽ, BJP ജയിക്കുന്നത് നോർമലൈസ് ചെയ്യപ്പെട്ടാൽ, CPMൻ്റെ അണികൾ ഒറ്റയടിക്ക് BJP ബംഗാളിലും ത്രിപുരയിലും ചെയ്തതുപോലെ, അല്ലാതെ ഇവിടെ ഈ ക്രിസംഖികൾ എന്ന് പറയുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികൾ മൊത്തം, നസ്രാണികൾ മൊത്തം, ഞാനിപ്പോൾ തൃശ്ശൂർ പിതാക്കന്മാരെ കണ്ടാണ് വരുന്നത്. തൃശ്ശൂർ മുരളിയുടെ കാൻഡിഡേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോയ വഴിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ക്രിസ്ത്യാനികൾ മൊത്തം BJPക്ക് പോയി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ദേശീയ മുസ്ലിങ്ങൾ അബ്ദുള്ള കുട്ടിയൊക്കെ പോകുന്നത് വഴി വോട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ CPM വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ തീർത്ത് BJPയെ അധികാരത്തിൽ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയായിട്ട് കൊണ്ടുവരാമെന്നാണ്. പക്ഷേ അതല്ല നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ CPMനും മനസ്സിലാക്കി അവർക്കും നല്ലത്, കോൺഗ്രസിന് മനസ്സിലാക്കിയാൽ അവർക്കും നല്ലത്. അതായത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവർ, അത് ലാറ്റിൻ കമ്മ്യൂണിറ്റി ആകട്ടെ, സിറിയൻ കമ്മ്യൂണിറ്റി ആകട്ടെ, ഈ ചെറിയൊരു ന്യൂനപക്ഷ ക്രിസംഖികൾ ഒഴിച്ച് BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ BJPയായി നാളെ മാറാൻ പോകുന്നത് CPMൻ്റെ അണികളാണ്, ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ. അത് നടക്കാതിരിക്കാനാണ് CPM വളരെ കഷ്ടപ്പെട്ട് ക്രോസ് വോട്ട് ചെയ്ത് കോൺഗ്രസിനെ, അവിടെ അവർക്ക് ശക്തിയില്ലാത്തടത്ത് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്തെ സമവാക്യം. എനിക്കത് നല്ലൊരു താല്പര്യമുള്ള കാര്യമാണ്. ഞാൻ മതേതരമായി ചിന്തിക്കുന്ന ആളാണ്. ഇവിടെ BJP അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നുള്ളത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ ഇതാണ് ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം. അത് പറയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം പറയുന്നത് നല്ല കാര്യമാണ്. ശരി രാജു പി നായർ പറഞ്ഞ അവസാനം സമയം തീർന്നു. ശരി, അതിനകത്ത് ഒന്ന്, നരാധമൻ എന്ന വാക്കിന്റെ അർത്ഥം നീചനായ മനുഷ്യനാണ്.
ഈ നിരപരാധിയായിട്ടുള്ള മനുഷ്യരെ ഒരു സമുദായത്തിൽ വാക്കും അർത്ഥവും മലയാള സംസ്കൃത പദങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾ വർത്തമാനം പറയേണ്ട. നിങ്ങളോട് ഞാൻ കൃത്യമായി പറഞ്ഞു ആഭ്യന്തരമന്ത്രിക്കെതിരെ അത്തരം അൺപാർലമെന്ററി പദങ്ങൾ ആരും ആർക്കെതിരെയും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് എന്നുകൂടി ഓർമ്മിക്കുകയാണ്. എനിക്ക് സമയം കഴിഞ്ഞതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ രാജു പി നായർ, എം നൌഷാദ്, ഉല്ലാസ് ബാബു, ആനന്ദ് കൊച്ചുകൂടി ഇത്രയും സംസാരിച്ചു.